ബിഗ് ബോസ് ജ്യൂസ് ഫാക്ടറി ടാസ്കിനിടയിൽ ആദില അനീഷിനെ ഫിസിക്കൽ അസോൾട്ട് നടത്തി. ആദില അനീഷിൻ്റെ മുതുകത്ത് തല്ലി എന്നത് ഗുരുതരമായ ഒരു തെറ്റ് തന്നെയാണ്. അതെന്തുകൊണ്ട് ബിഗ് ബോസ് ലൈവിലും എപ്പിസോഡിലും കട്ട് ചെയ്തു, പ്രേക്ഷകർക്ക് മുൻപിലേക്ക് ടെലികാസ്റ്റ് ചെയ്തില്ല എന്നത് നമ്മളെല്ലാവരും ചോദിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു. എങ്കിൽ അതിനിപ്പോൾ ചെറിയൊരു രീതിയിലുള്ള ഒരു ക്ലാരിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. ഒരുപക്ഷെ ഈ ഒരു കാരണം കൊണ്ടായിരിക്കാം ബിഗ് ബോസ് അത് സംപ്രേഷണം ചെയ്യാതിരുന്നത്. അതായത് ഇന്നലെ ജയിൽ ടാസ്കിനിടയിൽ ജയിലിനകത്ത് അനീഷും ആദിലയും ഇരിക്കുന്ന സമയത്ത് പുറത്ത് നമ്മുടെ നൂറയും ഷാനവാസൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇവരവിടെ ഇരുന്നുകൊണ്ട് സംസാരിക്കുകയാണ്. ഇവർ ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നതിനിടയിൽ അനീഷ് ആദിലയോട് ചോദിക്കുകയാണ്, ആദില എൻ്റെ മുതുകത്തിടിച്ചത് ഞാനൊരു വലിയ പ്രശ്നമാക്കണോ എന്നത്. ഇത് കേൾക്കുന്ന സമയത്ത് ആദില ഒന്നും മറുപടി യാതൊന്നും പറയാതെ ചിരിച്ചുകൊണ്ട് അവിടെ നിൽക്കുക മാത്രമാണ് ചെയ്യുന്നത്. അതിനുശേഷം അനീഷ് പറയുന്നുണ്ട്, എൻ്റെ കണ്ണിൽ കരട് കിടന്നിട്ട് ഞാൻ അങ്ങനെ പറയില്ല, കാരണം കഴിഞ്ഞ തവണ നടന്ന ടാസ്കിനിടയിൽ ഞാൻ ഷാനവാസിൻ്റെ കൈ കടിച്ച് മുറിച്ചതല്ലേ, അതുകൊണ്ട് തന്നെ ഞാൻ അതൊരു പ്രശ്നമാക്കില്ല. അത് പറയാൻ എനിക്ക് എന്ത് യോഗ്യതയാണ് ഉള്ളത്, അത് പ്രശ്നമാക്കാൻ എനിക്ക് എന്ത് യോഗ്യതയാണ് ഉള്ളത് എന്നുള്ളതാണ് അനീഷ് പറയുന്നത്. അപ്പോൾ ഷാനവാസ് തിരിച്ച് ചോദിക്കുന്നുണ്ട്, ചിരിച്ചുകൊണ്ട് തന്നെയാണ് ചോദിക്കുന്നത്, അപ്പോൾ നിനക്ക് അറിയാമായിരുന്നല്ലേ അതെൻ്റെ കൈയാണ്, കൈ വിരലാണ് എന്നത് നിനക്ക് അറിയാമായിരുന്നല്ലേ എന്നുള്ളത് ചോദിക്കട്ടെ, എന്നിട്ടും നീ മനഃപൂർവ്വം ചെയ്തതാണോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ അനീഷ് പറയുന്നുണ്ട്, ഞാൻ മനഃപൂർവ്വം ചെയ്തതൊന്നുമല്ല, ഇനിയിപ്പോൾ മനഃപൂർവ്വമാണേലും അല്ലെങ്കിലും ഞാൻ ചെയ്തത് ഒരു തെറ്റാണ്. അതുകൊണ്ട് തന്നെ ആദില ചെയ്ത തെറ്റ് ഞാൻ ഒരു പ്രശ്നമാക്കില്ല. അതായത് അനീഷിന് വ്യക്തമായ ബോധ്യമുണ്ട്, താൻ ഷാനവാസിൻ്റെ കാര്യത്തിൽ അനീഷ് ഷാനവാസിൻ്റെ കൈവിരൽ കടിച്ച് മുറിച്ചിട്ടുണ്ട്. അപ്പോൾ അനീഷ് ചെയ്തിരിക്കുന്നത് ഒരു തെറ്റാണ്, അപ്പോൾ ആദില ചെയ്തിരിക്കുന്നതും ഒരു തെറ്റ് തന്നെയാണ്, അനീഷ് ചെയ്തതും ഒരു തെറ്റ് തന്നെയാണല്ലോ. അപ്പോൾ ആ ഒരു തെറ്റിനെ ചൂണ്ടിക്കാണിക്കാൻ തനിക്ക് എന്ത് യോഗ്യതയുണ്ട് എന്നുള്ളതാണ് അനീഷ് ഇവിടെ പ്രസ്താവിച്ച് വെക്കുന്നത്. അപ്പോൾ ആദില ചെയ്ത തെറ്റ് അതൊരു പ്രശ്നമാക്കാൻ എനിക്ക് യാതൊരുവിധ യോഗ്യതയും ഇല്ല എന്നുള്ളത് പറയുന്നു. ഇന്ന് രാവിലെ തന്നെ ആര്യനും അക്ബറും ആദിലയും കൂടിയിരുന്നുകൊണ്ട് ഈ ഒരു വിഷയത്തിന്മേൽ ഒരു ചർച്ച നടന്നിരുന്നു. ആ ഒരു സമയത്ത് അവരതിൽ വ്യക്തമായി പറയുന്നുണ്ട്, അനീഷ് ഇതൊന്നും അറിഞ്ഞിട്ടില്ല, ആദില അനീഷിൻ്റെ മുതുകത്ത് തല്ലിയത് അനീഷ് അറിഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് അവിടെ അനീഷ് യാതൊന്നും പറയാതിരുന്നത് എന്നുള്ളത്. പക്ഷെ അനീഷ് പറയുന്നുണ്ട്, ഞാനത് വ്യക്തമായി അറിഞ്ഞു, എന്തോ ഒരു ശബ്ദം കേട്ടു, അത് ആ ഒരു തല്ല് കൊണ്ടപ്പോൾ തന്നെ അത് ആദിലയാണ് എന്നത് എനിക്ക് വ്യക്തമായി മനസ്സിലായിരുന്നു എന്നുള്ളത് അനീഷ് 2-3 വട്ടം പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അനീഷിന് മനസ്സിലായിട്ടുണ്ട്, പക്ഷേ അനീഷ് അതൊരു ടാസ്കിൻ്റെ ഭാഗമായിട്ട് മാത്രമേ അത് എടുത്തിട്ടുള്ളൂ. കാരണം ടാസ്കിൻ്റെ ആ ഒരു സമയത്താണല്ലോ ഇത്തരത്തിലൊരു ഫിസിക്കൽ അസോൾട്ട് നടന്നിരിക്കുന്നത്. ആദ്യം തന്നെ ആദിലയുടെ ചെസ്റ്റിൽ അറിയാതെ അനീഷിൻ്റെ കൈ തട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ എന്നോണമാണ് ആദില അനീഷിൻ്റെ മുതുകത്ത് തല്ലിയത് എന്നുള്ളതാണ് ആദിലയുടെ ഭാഗം. പക്ഷേ അനീഷ് അതിൻ്റെ ടാസ്കിൻ്റെ ആ ഒരു ഭാഗമായി എടുത്തുകൊണ്ട് അനീഷ് അതിനെതിരെ യാതൊരുവിധ എനിക്ക് പ്രശ്നവുമില്ല എന്നുള്ളതാണ് അനീഷ് പറയുന്നത്. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ബിഗ് ബോസ് അത് ടെലികാസ്റ്റ് ചെയ്യാതിരുന്നത്. കാരണം ഈ 2 പേർക്കും പ്രശ്നമില്ല, ഇരയായ വ്യക്തിക്കും അല്ലെങ്കിൽ വാദിയായ വ്യക്തിക്കും യാതൊരുവിധ പ്രശ്നവുമില്ല. അടിച്ച വ്യക്തിക്കും അടി കൊണ്ട വ്യക്തിക്കും പരാതിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ബിഗ് ബോസിന് അങ്ങനെ പരാതി ഉണ്ടാകണമെന്നില്ലല്ലോ. അതാണ് ഇവിടെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഒരുപക്ഷെ അനീഷ് അവിടെ പരാതിപ്പെട്ടതാണ് എന്നുണ്ടെങ്കിൽ ആദിലയും പറയും തൻ്റെ ചെസ്റ്റിൽ അനീഷിൻ്റെ കൈ കൊണ്ടു, അതുകൊണ്ട് അതിൻ്റെ റിയാക്ഷനാണ് ഞാൻ ചെയ്തത്, അതായത് എൻ്റെ റിഫ്ലക്ഷൻ എന്നോണമാണ് ഞാൻ ഇപ്രകാരം ചെയ്തത് എന്ന് പറഞ്ഞാൽ 2 പേരും ഈ ഒരു വിഷയത്തിൽ പ്രതിസ്ഥാനത്ത് വരും. അതുകൊണ്ട് തന്നെ ഇത് എനിക്കറിയില്ല ലാലേട്ടൻ വീക്കെൻഡ് എപ്പിസോഡിൽ ഇന്ന് വന്ന് ചോദിക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്കെന്തായാലും നോക്കാം. കാരണം ബിഗ് ബോസ് അത് സംപ്രേഷണം ചെയ്യാത്തത് കൊണ്ട് തന്നെ ചോദിക്കുമോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല. പക്ഷേ വീട്ടുകാരുടെ ചർച്ചയ്ക്കിടയിൽ ഈ ഒരു വിഷയം വന്നിട്ടുണ്ട്. ഇതിനെപ്പറ്റി എന്തായാലും ഈ ഒരു വിഷയത്തിന്മേൽ ബിഗ് ബോസിൻ്റെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്ന നടപടികൾ അല്ലെങ്കിൽ ബിഗ് ബോസിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം തീർച്ചയായും നമുക്ക് ഇന്ന് അറിയാനായിട്ട് സാധിക്കും. സോ ബിഗ് ബോസ് മലയാളം സീസൺ 7 കൂടുതൽ അപ്ഡേറ്റുമായി നമ്മൾ വീണ്ടും കൂടി ചേരുന്നതായിരിക്കും.